പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുനെല്ലി അവിടെ ഒരു ക്ഷേത്രമുണ്ട്, തിരുവല്ലം അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശബരിമലയിൽ പമ്പയുണ്ട്, പിന്നെ ഉരക്കുഴി അതിനെയും തീർത്ഥം എന്ന് വിളിക്കും, ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇത് വെള്ളമുള്ള സ്ഥലത്ത്, തീർത്ഥമുള്ള സ്ഥലത്താണ് തീർത്ഥാടനം. ഗുരുവായൂർ തീർത്ഥാടനം നമ്മൾ പറയാറില്ല. അപ്പോൾ ഈ തീർത്ഥം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം അമ്പലക്കുളങ്ങളുണ്ടായത്. ഗുരുവായൂർ വലിയ കുളം, വളരെ വലിയ കുളങ്ങളാണ് അമ്പലങ്ങൾക്ക്. പലപ്പോഴും അമ്പലത്തിൻ്റെ ഒരു 20 ഇരട്ടിയൊക്കെ വലിപ്പമുള്ള കുളം അമ്പലക്കുളമായിട്ട്, അപ്പോൾ അത് തീർത്ഥമായിട്ട് മാറും. ഇപ്പോൾ തിരുപ്പതി മലമുകളിലാണ് ഇതുപോലെ. ഈ പറഞ്ഞ അവിടെ പാപനാശം എന്നൊക്കെ പറഞ്ഞൊരു വെള്ളച്ചാട്ടവും ഡാമും ഒക്കെ ഉണ്ട്. പക്ഷെ അത് അമ്പലത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അമ്പലത്തിന് വലിയൊരു കുളം, പുഷ്കരണി എന്നതിന് പേരിട്ടു. അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ വലിയ പ്രയാസമല്ലേ. ഇപ്പോൾ അവിടെ മുങ്ങൽ നിർത്തിയെന്ന് തോന്നുന്നു, അങ്ങനെ മുങ്ങാൻ സമ്മതിക്കാറില്ല. ബട്ട് ഹ്യൂജ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ തീർത്ഥാടനം എന്നുള്ളത് ഒരുപക്ഷെ ക്ഷേത്രങ്ങൾക്ക് മുമ്പേ ഹിന്ദുക്കൾ ആരംഭിച്ച ഒരു സമ്പ്രദായം തീർത്ഥാടനമാണ്. തീർത്ഥാടനത്തിന് ശേഷമാണ് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക വീക്ഷണമാണത് കേട്ടോ. അത് ശരിയാണെന്ന് ഞാൻ തർക്കിക്കുകയല്ല. ക്ഷേത്രങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സമ്പ്രദായമാണ് തീർത്ഥാടനം. നദികളെ പുണ്യനദികളായിട്ട് കാണുക, അത് മെല്ലെ ദേവിയായിട്ട് മാറുക.